ഹായ്, വെൽക്കം ടു ന്യൂമറൽ എം ഗണിത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 8th സ്റ്റാൻഡേർഡിലെ 5th ചാപ്റ്ററായ മണി മാത്സ് ആണ്. നമുക്ക് ഏവർക്കും പരിചയമുള്ള ഒരു വേർഡാണ് ഇൻട്രസ്റ്റ്. നമ്മുടെ നിത്യജീവിതത്തിൽ നാം ധാരാളമായി യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് ഇൻട്രസ്റ്റ് അഥവാ പലിശ എന്നുള്ളത്. ഒരു ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ടിന് ഇൻട്രസ്റ്റ് കണക്കാക്കാറുണ്ട്. അതേപോലെ തന്നെ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്ന എമൗണ്ടിനും ഇൻട്രസ്റ്റ് കണക്കാക്കാറുണ്ട്. നമ്മുടെ നിത്യജീവിതത്തിൽ നാം ബാങ്കുമായി വളരെയധികം ക്ലോസ്ലി റിലേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റ് എന്നുള്ള വാക്കും നമുക്ക് പരിചയമുണ്ടാവും. ഇവിടെ നമ്മൾ 7th സ്റ്റാൻഡേർഡിൽ പഠിച്ച സിമ്പിൾ ഇൻട്രസ്റ്റ് സാധാരണ പലിശ നോക്കാം. I is equal to PNR by 100. P principal amount, N year, R rate of interest. So interest I is equal to PNR by 100. പ്രിൻസിപ്പൽ എമൗണ്ട് നമ്മൾ മുടക്കിയ മുതലിൻ്റെയും എൻ ഇയറിൻ്റെയും ആറ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്ര പെർസെൻറ്റേജിനാണ് ഇൻട്രസ്റ്റ് കണക്കാക്കുന്നത് എന്നുള്ളതാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇത് മൂന്നും കൂടിയുള്ള പ്രൊഡക്റ്റ് ബൈ 100 ആണ് ഇൻട്രസ്റ്റ്. എപ്പോഴും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പെർസെൻറ്റേജിൽ, ദാറ്റ് മീൻസ് ഔട്ട് ഓഫ് 100ലാണ് പറയാറ്. അതേപോലെ തന്നെ എൻ ഇയർ വൈസ് ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യാറ്. So simple interest I is equal to PNR by 100. അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. നമ്മൾ ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്ന സമയത്ത് സിമ്പിൾ ഇൻട്രസ്റ്റിലൂടെയും അതേപോലെ തന്നെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലൂടെയും പലിശ കണക്കാക്കാറുണ്ട്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് A is equal to P into 1 plus R by 100 the whole raised to N. P എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ എമൗണ്ട് നമ്മൾ മുടക്കിയ മുതൽ, then 1 plus R rate of interest, then N is equal to year. So compound interest A equal to P into 1 plus R by 100 the whole raised to N എന്ന് പറയാം. If P rupees invested in a scheme giving R% interest compounded annually, the amount got after N years A is equal to P into 1 plus R by 100 the whole raised to N. Compound interest calculate ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സന്ദീപ് deposited 25 rupees in a bank which pays 8% interest compounded annually. How much would he get back after 2 years? അതായത് സന്ദീപ് ഒരു ബാങ്കിൽ 25,000 rupees നിക്ഷേപിച്ചു. 8% ഇൻട്രസ്റ്റ് ആണ് കിട്ടുന്നത്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് ഇവിടെ വരുന്നത്. ദെൻ ഹൗ മച്ച് വുഡ് ഹി ഗെറ്റ് ബാക്ക് ആഫ്റ്റർ 2 years? എങ്കിൽ 2 വർഷത്തിന് ശേഷം എത്ര എമൗണ്ട് സന്ദീപിന് കിട്ടും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ആദ്യമായി നമുക്ക് ഇൻട്രസ്റ്റ് ഓരോരോ വർഷമായി കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെ 2 വർഷമായി ആണ് തന്നിരിക്കുന്നത്. സോ ഫസ്റ്റ് ഇയറിലെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. അതിനായിട്ട് പ്രിൻസിപ്പൽ എമൗണ്ട് P is equal to 25,000. Rate of interest R is equal to 8%. Year N is equal to 2. 2 വർഷത്തേക്കാണ് നമുക്ക് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതിനായിട്ട് ഫസ്റ്റ് ഇയറിലെ ഇൻട്രസ്റ്റ് നോക്കാം. ഇൻട്രസ്റ്റ് I is equal to P എന്ന് പറയുന്നത് 25,000 ആണ്. സോ 25,000 ഇൻറ്റു N ഇയർ 1 ആണ്. സോ ഇൻറ്റു R എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 8/100. ഓരോരോ വർഷമായിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് N ഇവിടെ നമ്മൾ 1 ആക്കി എടുത്തത്. ഓക്കെ, ദെൻ 25,000 ഇൻറ്റു 1 ഇൻറ്റു 8/100. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലുള്ള സീറോസ് ക്യാൻസൽ ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 2,000 rupees. അതായത് ഫസ്റ്റ് ഇയറിൽ കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 2,000 rupees ആണ്. സോ പ്രിൻസിപ്പൽ എമൗണ്ട് 25,000ൻ്റെ കൂടെ ഫസ്റ്റ് ഇയർ കഴിയുമ്പോൾ കിട്ടുന്ന എമൗണ്ട് 2,000 ആണ്. ദാറ്റ് മീൻസ് എമൗണ്ട് ഈസ് ഈക്വൽ ടു 25,000 പ്ലസ് 2,000, ദാറ്റ് ഈസ് 27,000. സോ പ്രിൻസിപ്പൽ എമൗണ്ട് 27,000 ആയി. ഓക്കെ, പിന്നെ നമുക്ക് വരുന്ന എമൗണ്ട് പ്രിൻസിപ്പൽ എമൗണ്ട് 25,000 പകരം നമ്മൾ എടുക്കേണ്ടത് ഒരു വർഷത്തിന് ശേഷം നമ്മുടെ എമൗണ്ട് എന്ന് പറയുന്നത് 27,000 ആയി. ദെൻ രണ്ടാമത്തെ വർഷത്തെ ഇൻട്രസ്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇൻട്രസ്റ്റ് I is equal to P 27,000
ഇൻറ്റു ഇയർ എന്ന് പറയുന്നത് ഒരു വർഷത്തിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു, രണ്ടാമത്തെ വർഷത്തെയാണ് കാണുന്നത്. സോ ഇയർ n is equal to 1 ആണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 8% by 100. Then ന്യൂമറേറ്ററിലുള്ള 2 സീറോയും ഡിനോമിനേറ്ററിലുള്ള 2 സീറോയും ക്യാൻസൽ ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 2160 rupees. അതായത് രണ്ടാമത്തെ വർഷം കിട്ടുന്ന എമൗണ്ടിന്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 2160 rupees ആണ്. അതായത് 2 വർഷം കഴിയുമ്പോൾ തിരിച്ചു കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 27,000 plus 2160. ദാറ്റ് ഈസ് ഈക്വൽ ടു 29,160 rupees. ഓക്കെ, അതായത് 25,000 rupees ഇൻവെസ്റ്റ് ചെയ്ത് 8% ഇൻട്രസ്റ്റ് കോമ്പൗണ്ടിൽ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 2 വർഷത്തിന് ശേഷം സന്ദീപിന് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 29,160 rupees ആണ്. ഇത് തന്നെ നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഫോർമുലയിലും കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണെന്ന് ചെക്ക് ചെയ്യാം. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ A is equal to P into 1 plus R by 100 the whole raised to n എന്നുള്ള ഫോർമുല യൂസ് ചെയ്യാം. P എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ എമൗണ്ട് ആണ്. ദാറ്റ് ഈസ് 25,000 rupees ആണെന്ന് തന്നിട്ടുണ്ട്. Then R rate of interest 8%. So R is equal to 8% എന്ന് കൊടുക്കാം. Then n ഇയർ ആണ്. That is equal to 2. 2 വർഷത്തിന് ശേഷം എത്ര രൂപ തിരിച്ചു കിട്ടും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ n is equal to 2 എന്ന് കൊടുക്കാം. ഈ P R n എന്നുള്ളത് ഈ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ P into 1 plus R by 100 the whole raised to n എന്നുള്ള ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 25,000 into 1 plus R by 100, that is 8% ആണ്. That is 8 by 100 the whole raised to n, that is whole square. Then 25,000 into 1 into 100, 100 plus 8, that is 108 the whole square by 100 the square, that is 2 zeros ആണുള്ളത്. സ്ക്വയർ ചെയ്യുന്ന സമയത്ത് 4 zeros കിട്ടും. ഓക്കെ, ഇവിടെ 3 സീറോസും കൂടി ക്യാൻസൽ ചെയ്യുന്നു. ബാക്കി നമുക്ക് വരുന്നത് 25 into 108 the whole square, 25 into 108 the whole square by 10. Okay, 25 into 108 square, that is 25 into 108 ന്റെ സ്ക്വയർ 11664 by 10. That is equal to by 10. ന്യൂമറേറ്ററിലുള്ള സീറോയും ഡിനോമിനേറ്ററിലുള്ള സീറോയും ക്യാൻസൽ ചെയ്യാം. That is equal to 29,160. That is 29,160. 25,000 എമൗണ്ട് ഇട്ടപ്പോൾ 8% ഇൻട്രസ്റ്റിൽ 2 വർഷത്തിന് ശേഷം കിട്ടുന്ന എമൗണ്ട് 29,160 rupees. അടുത്ത ക്വസ്റ്റ്യൻ. അനസ് deposited 20,000 rupees in a bank which pays 6% interest compounded annually. How much would he get back after 3 years? അതായത് അനസ് ഒരു ബാങ്കിൽ 20,000 rupees നിക്ഷേപിച്ചു. കോമ്പൗണ്ടഡ് ആനുവലി ആയിട്ട് ഇൻട്രസ്റ്റ് 6% ആണ് വരുന്നത്. 3 വർഷത്തിന് ശേഷം അനസിന് എത്ര രൂപ തിരിച്ചു കിട്ടുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ 2 രീതിയിൽ നമ്മൾ സെയിം ആൻസർ കണ്ടു. എങ്ങനെയായിരുന്നു ഫസ്റ്റ് മെത്തേഡ്? യെസ്, ഓരോരോ വർഷത്തെ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഫൈനൽ 2 വർഷത്തിന് ശേഷമുള്ള എമൗണ്ട് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. അതല്ലാതെ സെക്കൻഡ് മെത്തേഡ് പറഞ്ഞത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് A is equal to P into 1 plus R by 100 the whole raised to n എന്നുള്ള ഫോർമുലയിൽ ഈ തന്നിരിക്കുന്ന പ്രിൻസിപ്പൽ എമൗണ്ടും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും ഇയറും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഡയറക്റ്റ് ആയിട്ട് ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യാനും നമ്മൾ പഠിച്ചു. ഓക്കെ, നമുക്ക് 2 മെത്തേഡിലൂടെയും ആൻസർ നോക്കാം. ഫസ്റ്റ് വൺ, 20,000 rupees ആണ് ബാങ്കിൽ നിക്ഷേപിച്ചത്. സോ പ്രിൻസിപ്പൽ എമൗണ്ട് P is equal to 20,000. Okay, then
rate of interest R is equal to 6%. Then year N is equal to 3. നമുക്ക് ആദ്യമായി ഓരോരോ വർഷത്തെ കാൽക്കുലേറ്റ് ചെയ്യാം. ഫസ്റ്റ് ഇയറിൽ എത്ര ഇൻട്രസ്റ്റ് കിട്ടുന്നു എന്ന് നോക്കാം. Then interest I is equal to P into, that is 20,000 into N. ഓരോരോ വർഷത്തെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ N 1 into R 6% by 100. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലുള്ള സീറോസ് ക്യാൻസൽ ചെയ്യുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു 1,200 rupees. ഒരു വർഷത്തിന് ശേഷം 20,000 rupees ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ കിട്ടിയ ഇൻട്രസ്റ്റ് എമൗണ്ട് എന്ന് പറയുന്നത് 1,200 rupees ആണ്. സോ എമൗണ്ട് 20,000 plus 1,200. സോ 21,200 rupees. Okay, then second yearലെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഇൻട്രസ്റ്റ് I is equal to P into, that is 21,200 into year 1 into rate of interest 6 by 100. Then zeros cancel ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 212 into 6, that is equal to 1,272 rupees. രണ്ടാമത്തെ വർഷം കിട്ടുന്ന ഇൻട്രസ്റ്റ് എമൗണ്ട് എന്ന് പറയുന്നത് 1,272 rupees ആണ്. സോ 2 വർഷത്തിന് ശേഷമുള്ള എമൗണ്ട് A is equal to 21,200 plus 1,272. That is equal to 22,472 rupees. ഇനി മൂന്നാമത്തെ വർഷത്തെ ഇൻട്രസ്റ്റ് എമൗണ്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. സോ I is equal to 22,472 into ഇൻട്രസ്റ്റ് പ്രിൻസിപ്പൽ എമൗണ്ട് into year 1 into rate of interest 6 by 100. That is equal to by 100. ഡിനോമിനേറ്ററിൽ 2 സീറോസ് ഉള്ളത് കൊണ്ട് തന്നെ പോയിന്റിന് ശേഷം 2 ഡിജിറ്റ് നീക്കിയിടാം. That is equal to 1,348.32 rupees. 3 വർഷത്തിന് ശേഷം കിട്ടുന്ന ഇൻട്രസ്റ്റ് എമൗണ്ട് 1,348.32 rupees ആണ്. That is amount is equal to 22,472 plus 1,348.32. $23,820.32. അതായത് 3 വർഷത്തിന് ശേഷം കിട്ടുന്ന എമൗണ്ട് ഈസ് ഈക്വൽ ടു 23,820.32 rupees. Once again 23,820 rupees 32 പൈസയുമാണ്. 20,000 rupees ഇൻവെസ്റ്റ് ചെയ്തു. 6%ലാണ് ഇൻട്രസ്റ്റ് റേറ്റ്. 3 വർഷത്തിന് ശേഷം കിട്ടുന്നത് ഈ എമൗണ്ട് ആണ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഫോർമുലയായ A is equal to P into 1 plus R by 100 the whole raised to n എന്നുള്ള ഫോർമുലയിൽ ഈ വാല്യൂസ് P, R, N സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ എമൗണ്ട് തന്നെ കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. So A is equal to P into 1 plus R by 100 the whole raised to n. P എന്ന് പറയുന്നത് 20,000 ആണ്. So 20,000 into 1 plus R 6%. So 6 by 100 the whole raised to n, that is whole cube. That is equal to 20,000 into 1 into 100 plus 6, 106 the whole cube divided by 100 the whole cube. 100 2 zeros ആണുള്ളത്. ക്യൂബ് ചെയ്യുന്ന സമയത്ത് 6 zeros ആയിട്ട്. So 16 zeros. Okay, ന്യൂമറേറ്ററിലുള്ള 4 സീറോസും ഡിനോമിനേറ്ററിലുള്ള 4 സീറോസും കൂടി ക്യാൻസൽ ചെയ്യാം. That is equal to 2 into 106 the whole cube. That is 106 into 106 into 106. That is
divided by 100. That is equal to by 100 ആണ്. 100 രണ്ട് സീറോസ് ആയതുകൊണ്ട് തന്നെ പോയിന്റ് ശേഷം 2 ഡിജിറ്റ് മാറ്റിയിടുന്നു. സോ 23,820.32 റുപ്പീസ്. അതായത് 3 വർഷത്തിന് ശേഷം അനസിന് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 23,820 റുപ്പീസ് 32 പൈസയാണ്. അനസ് ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് 20,000 ആയിരുന്നു. പിന്നീട് അവന് തിരിച്ചു കിട്ടുന്നത് 23,820 റുപ്പീസും 32 പൈസയാണ്. രണ്ട് മെത്തേഡിലൂടെയും നമുക്ക് കിട്ടുന്നത് ഒരേ ആൻസർ തന്നെയാണ്. പക്ഷേ ഇവിടെ നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയിട്ട് തരുന്നത് കൊണ്ട് തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ഈ ഫോർമുലയിലൂടെ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ 106ന്റെ ക്യൂബ് കാണുന്നവിടെ മാത്രമേ ഉള്ളൂ ചെറിയൊരു ബുദ്ധിമുട്ട്. ബാക്കിയെല്ലാം നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാനായിട്ട് സാധിക്കും. 106 ഹോൾ ക്യൂബ് എന്ന് പറയുമ്പോൾ 106 × 106 × 106 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ A is equal to P into 1 plus R/100 the whole raised to n എന്നുള്ള ഫോർമുല നമുക്ക് ഉപയോഗിക്കാം. ക്ലിയർ ആയില്ലേ? ഓക്കെ, താങ്ക് യു.